നമസ്കാരം, ഞാൻ ദീപ്തി. മിൽസോ ദ മിൽസ് ഓഫ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലുണാസ്. മാഞ്ചിയെ മലർത്തിയടിച്ച് മുഖ്യന്റെ കസേരയിൽ. ബീഹാറിൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രി പദത്തിലേക്ക്. സർക്കാർ രൂപീകരിക്കാൻ ഗവർണറുടെ ക്ഷണം. സത്യപ്രതിജ്ഞ ഞായറാഴ്ച. നാടകീയ ദിനങ്ങൾക്ക് അവസാനമായത് വിശ്വാസ വോട്ടെടുപ്പിന് തൊട്ടുമുൻപ് ജിതിൻ റാം മാഞ്ചി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതോടെ. നിതീഷിന് തുണയായത് മാഞ്ചിയെ പിന്തുണയ്ക്കുന്ന 8 MLA-മാരെ കോടതി അയോഗ്യരാക്കിയപ്പോൾ പൊളിഞ്ഞത് BJPയുടെ കുതന്ത്രമെന്ന് നിതീഷ്. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചത് നിതീഷിന്റെ വധഭീഷണിയെ തുടർന്നെന്ന് ജിതിൻ മാഞ്ചി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയെ തുടർന്ന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിൽ ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് നിതീഷ്. പുകയുന്ന വിവാദത്തിൽ തെറിക്കുന്ന കസേര. ഗുജറാത്ത് തീരത്ത് ബോട്ട് കത്തിയ സംഭവത്തിൽ തീരസംരക്ഷണ സേന DIG BK ലോശാലിയുടെ വിശദീകരണം കേന്ദ്രം തള്ളി. വിശദീകരണം തൃപ്തികരമല്ല. ലോശാലി സൈനിക വിചാരണ നേരിടേണ്ടി വരുമെന്നും പ്രതിരോധ മന്ത്രാലയം. കഴിഞ്ഞ ഡിസംബർ 31-ന് ബോട്ട് കത്തിച്ചത് കോസ്റ്റ് ഗാർഡാണെന്ന് DIGയുടെ വിവാദ പ്രസംഗം. പാക് ബോട്ട് കത്തിച്ചത് അതിലുള്ളവർ തന്നെയെന്ന നിലപാടിലുറച്ച് പ്രതിരോധ മന്ത്രി. പ്രസ്താവന വിവാദമായപ്പോൾ നിലപാട് മാറ്റവുമായി ലോശാലി. വിവാദം കൊഴുപ്പിച്ചത് പ്രസംഗം പുറത്തുവിട്ട ദേശീയ മാധ്യമം. തോറ്റാലും തീരാത്ത മുല്ലപ്പെരിയാർ. കേരളത്തിന് വീണ്ടും തിരിച്ചടി നൽകി മുല്ലപ്പെരിയാർ കേസിൽ സുപ്രീം കോടതി വിധി. ജലനിരപ്പ് താഴ്ത്തണമെന്നാവശ്യപ്പെട്ട് കേരളം നൽകിയ ഹർജി തള്ളി. ജനങ്ങളുടെ ആശങ്ക പരിഗണിച്ച് ജലനിരപ്പ് താഴ്ത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം കോടതി പരിഗണിച്ചില്ല. ജലനിരപ്പ് 142 അടിയായി ഉയർത്താൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയത് വിദഗ്ധ സമിതി നിർദ്ദേശത്തെ തുടർന്ന്. അണക്കെട്ടിന് കേന്ദ്രസേനയുടെ സംരക്ഷണം വേണമെന്ന തമിഴ്നാടിന്റെ ആവശ്യത്തിൽ കേരളത്തിന് നോട്ടീസ്. കേന്ദ്രസേനയെ വിന്യസിപ്പിക്കുന്നതിൽ കേരളത്തിന് എതിർപ്പ്. തുറമുഖത്തിന് തുരങ്കം വച്ചവർ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി അവതാളത്തിൽ. ടെൻഡർ സമർപ്പിക്കാനുള്ള അവസാന ദിവസമായി ഇന്ന് ഒരു കമ്പനികളും പങ്കെടുത്തില്ല. ടെൻഡർ സമർപ്പിക്കാനുള്ള അവസാന സമയം ഇന്ന് 11 മണിക്ക് അവസാനിച്ചു. അപേക്ഷ നൽകിയ അദാനി, SR, SREOH കൺസോർഷ്യം എന്നീ 3 കമ്പനികൾ ടെൻഡർ നൽകിയില്ല. വിഴിഞ്ഞം ടെൻഡറിലെ കമ്പനികളുടെ പിന്മാറ്റം പരിശോധിക്കുമെന്ന് K ബാബു. കമ്പനികളുടെ നീക്കം ഞെട്ടിച്ചു. അട്ടിമറി സാധ്യതയും ഗൂഢാലോചനയും പരിശോധിക്കുമെന്നും തുറമുഖ മന്ത്രി. പദ്ധതി പൊളിയാതിരിക്കാൻ മാർച്ച് 25-ന് വീണ്ടും ടെൻഡർ നൽകാൻ സമയം. മിൽസോ ദ മിൽസ് ഓഫ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലുണാസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.